ദൈവം എല്ലാവരും കൂടുതൽ നന്മ നാം ദൈവത്തിലുള്ളവരാകുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസത്തിൽ നാം സന്തോഷിച്ച് ആനന്ദിക്കാൻ ദൈവം ആത്മാവാകുന്നു. അവർക്ക് നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ പ്രധാന ആരാധനയായിട്ട് സ്തോത്രം നൽകുന്നു. അങ്ങേ വാസ്തവമായി സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലുള്ള നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ലോകം മുഴുവനും പ്രത്യേക സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ ബാധിച്ചിരിക്കുന്ന മഹാമാരിയിൽ നിന്നുള്ള സൗഖ്യവും വിമോചനവും ഞങ്ങൾക്ക് അവിടെ പ്രധാനമായിട്ട് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധനയെ അവിടുന്ന് സ്വീകരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന മഹത്വം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ അവിടുന്ന് ക്രമ ചെയ്യുമാറാകണമേ. കടന്നു ധരിക്കുന്നവർക്കായ സ്തോത്രം. ഈ ആരാധനയിൽ വിവിധ നിലകളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊപ്പം അവിടുത്തെ കൃപ പകരണമേ. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ദേവനാമസ്തുതിക്ക് മഹത്വമായി ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 9-ാമത്തെ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഗീതം 9.
സ്തുതിയുടെ വചനങ്ങൾ ഒന്നാമത്തെ ഭാഗം. നമുക്ക് പ്രതിവാക്യമായി ചൊല്ലി ദൈവത്തെ ആരാധിക്കാം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ കൂട്ടുനിൽക്കുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായി ഉണ്ടാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും നമുക്ക് ഉണർന്നുകൊണ്ട് പാപത്തെ ക്ഷമിച്ച് പാപിയെ സ്നേഹിച്ച് വിശുദ്ധീകരിച്ച് പാപക്ഷമയിലേക്കും വിശുദ്ധീകരണത്തിലേക്കും നയിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ കുറവുകളെയും നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്ന് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10-ാം കാണുന്ന രണ്ടാമത്തെ പ്രാർത്ഥന പാപക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി ബന്ധമിക്കുന്നവരെ കേട്ടുകൊള്ളുന്ന അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങളെ വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുമ്പാകെ അർത്ഥം ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കെട്ടുപിടിയിൽ ഞങ്ങൾ അവിടത്തോടെ പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ക്ഷമിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോട് എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന നീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവന്റെ ബന്ധത്തിനാമവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവേ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശ്രദ്ധിക്കാൻ ഞങ്ങളുടെ കർത്താവായ അവിടുത്തെ മഹത്തരാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. സത്യമായ പാപങ്ങൾ ഏറ്റുപറഞ്ഞവരോടുള്ള ദൈവത്തിന്റെ കൃപാമൊഴികൾ. ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവരുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പാപക്ഷമയ്ക്കായി എല്ലാവിധമായ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ആരാധനക്രമം 14-ാം കാണുന്ന പൊതുവായ സ്തോത്ര പ്രാർത്ഥന
നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയൽവാസികളായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങളെ മഹാവിനും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിലും പരിപാലിക്കുന്നതിലും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാത്തിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനാമം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ സ്നേഹിതനായി ഞങ്ങളെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവധികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കടമില്ലാതെ നന്ദിയുടെയായി തീരുന്നതിനും അങ്ങേ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകൾക്കൊക്കെ വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അക്കരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതങ്ങളും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല തങ്ങളെയും കുറിച്ചുള്ള ബോധവും ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനാമം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കൂടാതെ ഉണ്ടായിരിക്കണമേ. സമയം എല്ലാവർക്കും എഴുന്നേൽക്കുന്നത് 148 സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 148. സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. തിമിംഗലങ്ങളും എല്ലാ നാഴികളുമായുള്ളവയെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ഇവരൊക്കെ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് പണ്ട് തന്റെ ജനങ്ങൾക്ക് താഴെ വരുന്ന കൽപ്പനകൾ കൊടുത്ത് പറഞ്ഞതെന്നാൽ, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, എന്റെ മുമ്പാകെ എന്റെ ദൈവങ്ങൾ നിനക്ക് ഉണ്ടായിരിക്കരുത്. നിനക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകയെങ്കിലും അതിനെ സേവിക്കുകയെങ്കിലും അരുത്. നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമം എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയ്ക്കുകയും ചെയ്യുക. എന്നാൽ ശബ്ദനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്കാം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. കൽപ്പനകളുടെ ചുരുക്കം കർത്താവായ യേശു തന്റെ ഉപദേശത്തിൽ കണ്ടുചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നത് മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത്, കൂട്ടുകാരനെ നിന്നെക്കൊണ്ട് തന്നെ സ്നേഹിക്കണം എന്നത്ര. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ
നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയണം. ദൈവമേ, നിങ്ങളോട് കൃപയുണ്ടായി അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേക സുവിശേഷ പാഠം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 19 മുതൽ 20. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ശമര്യ സ്ത്രീ യേശുവിനോട്, യജമാനനെ, പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിൽ ആവുന്നു എന്ന് നിങ്ങൾ പറയുന്നു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിൽ അല്ല, യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന പിതാവ് ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ, യേശു എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മെശീഹ എന്ന് പറഞ്ഞു. ഇവിടെ എന്നത്തേക്കുള്ള സുവിശേഷ പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ പ്രത്യേക സ്തോത്ര കാഴ്ചയും നേർച്ചകളും പ്രത്യേക സമയത്ത് സ്വീകരിക്കുന്നില്ല. നമ്മളിപ്പോൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള പാട്ട് നമുക്ക് നിന്നുകൊണ്ട് തന്നെ ഉദരടിച്ചേർന്ന പാടാം. ആ പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ചകളും കാണിക്കകളും നേർച്ചകളും സമർപ്പിക്കാനുള്ളവർക്ക് സമർപ്പിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനാ സമയത്ത് തന്നെ അതുകൂടെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായി. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സകലമുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സകലമുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും.
പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദിവസത്തിൽ സമർപ്പിച്ച് നമുക്ക് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ ഒരു വിശുദ്ധ ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നതിനോർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. വീണ്ടും ദൈവാലയത്തിൽ വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കാനും ദൈവം നൽകിയിരിക്കുന്ന അവസരത്തോർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളെ ദൈവങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ കൃപകളും അവിടുത്തെ കരുണകളും അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഈ കൊറോണ മഹാമാരിയിൽ നിന്നുള്ള വിമോചനം നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം ഇതിനൊരു മാറ്റം നൽകുവാൻ ദൈവികമായ സൗഖ്യവും സംരക്ഷണവും ഓരോരുത്തരും അനുഭവിക്കുവാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ എല്ലാം ദൈവങ്ങളിൽ സമർപ്പിക്കാം. മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ പരിശ്രമങ്ങളെയും വിവിധ പ്രവർത്തനങ്ങളെയും ദൈവം ഫലവത്താക്കി നൽകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ രാഷ്ട്രത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അതിർത്തിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സമാധാനപരമായ ഒരു അന്തരീക്ഷം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും കുടുംബത്തിന്റെ ആവശ്യങ്ങളെയും ഒക്കെ ദൈവങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടവും ദാതാവുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ സ്ഥലത്തിൽ ഒരുമിച്ച് കൂടി വരുവാനും അങ്ങേ ആരാധിക്കുവാനും ഈ വിശുദ്ധ ദിവസം അവിടുത്തെ ദാനമായിട്ട് നൽകിയിരിക്കാൻ സ്തോത്രം 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 അർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആരാധനയെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമർപ്പണങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, പലവിധമായ ആവശ്യഭാരത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും കരുണയും കാവലും അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സുകുമാരൻ എന്ന പിതാവിനെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്നുള്ള സൗഖ്യവും അത്ഭുതകരമായ വിടുതലും അവിടെ നൽകുകയും അവിടെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദോഷങ്ങളിൽ നിന്ന്, പ്രതികൂല ബന്ധനങ്ങളിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമേ. കർത്താവ് എല്ലാ വേദനകളിൽ നിന്നും അവിടുന്ന് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മി എന്ന പ്രിയ സഹോദരിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും അവിടുന്ന് പകരുകയും അവിടുന്ന് ശക്തീകരിക്കുകയും ചെയ്യണമേ. പലവിധമായ ആവശ്യങ്ങളിലും ഭാരങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവികമായ സൗഖ്യവും സമാധാനവും അവർ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന GB ജോസിന്റെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവികമായ സൗഖ്യവും അനുഗ്രഹവും അവിടുന്ന് പകരണമേ. അവിടുത്തെ കൃപയിലും സംരക്ഷണത്തിലുമായിരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യാത്രകൾ കൂടെ ഇരിക്കണമേ. അവിടുത്തെ കൃപയും കാവലും അനുഭവിച്ചു ജീവിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ബലഹീനതകളിൽ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ ഞങ്ങളെല്ലാവരും പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും വേദനയിലുമായിരിക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലായിരിക്കുന്നവർ എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധാത്മകരം നീട്ടി അവിടുന്ന് സൗഖ്യം പകരണമേ. അവിടുന്ന് വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഞങ്ങൾ പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ സ്തോത്രത്തോടും നന്ദിയോടും കൂടെ വരുവാൻ അവിടുന്ന് ഓരോ പ്രിയമക്കളെയും അവിടുന്ന് സഹായിച്ചിരിക്കുന്നുവല്ലോ. അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേക സ്തോത്ര കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗീതിക രാജ ഗീതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോണി ഷൈനി പെരുമ്പലാവ് ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. മിലൻ എസ് ഗ്രാമിക, അജയ് VS ഭവൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗഭാരത്തോടെ ആയിരിക്കുകയാണല്ലോ. ദൈവത്തിൽ നിന്നുള്ള അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അവിടുന്ന് കൽപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവാനിയ ജോൺ S നിവാസ്, വിമൽ PM ഇന്ദു PM നിവാസ്, കൃഷ്ണ അലുമിനിയം ഫാബ്രിക്കേഷൻ, റോസ്മേരി ദിലീപ് കരിപ്പിലാവള എന്നീ പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ സമർപ്പണത്തെ സ്വീകരിക്കണമേ. അവരുടെ പ്രാർത്ഥനയെ സ്വീകരിക്കണമേ. അവിടുന്ന് പ്രിയമക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഷനറി പ്രവർത്തനത്തിനായി സമർപ്പിച്ചിരുന്ന കാഴ്ചകൾ അവിടുന്ന് സ്വീകരിക്കണമേ. ശ്രീ P. പീറ്റർ ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അവർ ചെലവിടുന്നത് അവരുടെ ജീവിതങ്ങൾക്ക് നന്മയും അനുഗ്രഹവുമാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദശാംശ കാണിക്കർപ്പിച്ചിരിക്കുന്ന പ്രിയ കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. ശ്രീമതി ചന്ദ്രിക കരിമ്പരാവള, അഭിയം രാജ്ഭവൻ എന്നീ പ്രിയ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾക്കായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. അവരുടെ സമർപ്പണത്തെ അവിടുന്ന് സ്വീകരിക്കുകയും അവരുടെ ഉപജീവന മാർഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുകയും ആത്മീയവും ഭൗതികവുമായ കൃപകളാൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാസവിലെ സ്തോത്ര കാഴ്ചകളും ദൈവാലയ വികസനത്തിനായിട്ടുള്ള സമർപ്പണങ്ങളും അർപ്പിച്ചിരിക്കുന്ന എല്ലാ കാണിക്കകളെയും അവിടുന്ന് സ്വീകരിക്കുകയും എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മനാൾ കാണിക്കാൻ അർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുവാൻ അവരെ അവിടുന്ന് സഹായിച്ചിരിക്കുന്നുവല്ലോ. മിഥുല MS ഭവൻ, രേവതി കരിപ്പിലാവള, മിഥുൻ MS ഭവൻ, മീവൽ വിജിൻ ശോഭാലയം, ശ്രീ പീറ്റർ പി ശോഭാലയം, അപർണ S ജോണി കരിപ്പിലാവള, അഞ്ജന S ജോണി കരിപ്പിലാവള, അനിൽകുമാർ SR, അനികുമാരി SR AS നിവാസ്, ശ്രീകുമാരൻ G AS നിവാസ്, മിഥുൻ MS ഭവൻ, ചെല്ലാം S പ്രണവ് കോട്ടേജ് എന്നീ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ പ്രവേശിച്ചിരിക്കുന്ന പുതിയ വയസ്സിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച പുതിയ വയസ്സിൽ പുതിയ നന്മകൾ അനുഭവിക്കാൻ അവിടുന്ന് പ്രിയമക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മറ്റു വിവിധ കാണിക്കകളും കാഴ്ചകളും കൊണ്ടുവന്നവർ, ലേലത്തിനായി സാധനങ്ങൾ കൊണ്ടുവന്നവർ എല്ലാവരുടെയും സമർപ്പണങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളെയും അധ്വാനങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അധ്വാനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തോടെ ദീർഘായുസോടെ അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ച പ്രിയ കുടുംബങ്ങളെ ഓർക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. ആത്മീക ഭൗതിക നന്മകൾ ദാനങ്ങളെ കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി പ്രാർത്ഥിച്ചു കഴിയുന്ന പ്രിയ മക്കളുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബജീവിതത്തിനായിട്ട് പ്രാർത്ഥിച്ചു കഴിയുന്നവരുണ്ട്. കർത്താവേ, നല്ല കുടുംബജീവിതം ലഭിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിച്ചു കഴിയുന്ന ദമ്പതിമാരെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണം കർത്താവേ. അവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തലമുറകളായിട്ടുള്ള നന്മ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസവാനന്തര ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളെ ഓർക്കുന്നു. ഗർഭിണികളായിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് വിടുതൽ പ്രാപിച്ച കുഞ്ഞുമായി കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വിദ്യാഭ്യാസ മേഖലയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവെ, വിദ്യാഭ്യാസത്തിന് വളരെയധികം പരിമിതികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ജ്ഞാനം എല്ലാ ഹൃദയങ്ങളിലും അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഓൺലൈൻ പഠനത്തിലൂടെയും മറ്റു വിവിധ രീതിയിലും അവർ പഠിച്ച് നല്ല നിലകളിലെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരുവാൻ എല്ലാവരും സാധാരണ നിലയിൽ ജീവിക്കുവാനുള്ള അവസരത്തെ അവിടുന്ന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ അനുഗ്രഹിച്ച് ദീർഘായുസ് കൊണ്ട് അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇടവയ്ക്കായിട്ട് സ്തോത്രം ചെയ്ത് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദേശനിവാസികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമായി ശോഭിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡിസ്റ്റിനെയും മഹായുടെയും സഭകളെയും വിശ്വാസികളെയും ഓർക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷനമാരെയും മിഷൻ ഫീൽഡുകളെയും അനുഗ്രഹിക്കണമേ. തിരുമേനിയും മഹായുടെ നേതൃത്വത്തെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ പകർന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഭരണ സംവിധാനങ്ങളെയും അനുഗ്രഹിക്കണമേ. ജനക്ഷേമകരമായി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിർത്തികളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുവാൻ സമാധാന പ്രഭുവായ കർത്താവെ അവിടുന്ന് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോട് അവിടുന്ന് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗത്തിന്റെ ഭീതികളിൽ നിന്ന്, യുദ്ധഭീതികളിൽ നിന്നെല്ലാം അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർ സ്വസ്നേഹങ്ങൾ വിട്ടുകൊണ്ട് മനുഷ്യർ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുവാൻ, അവർ വിനയപ്പെടുവാൻ, പശ്ചാത്തപിക്കുവാൻ, അനുദപിക്കുവാൻ, കർത്താവിലേക്ക് തിരിയുവാൻ, വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ആരാധനയുടെ ശേഷ ഭാഗത്ത് അവിടുത്തെ കൃപ അനുഭവിക്കാൻ സഹായിക്കണമേ. വരുന്ന നാളുകളിൽ കൂടുതൽ ഉത്സാഹത്തോടെ, കൂടുതൽ ശക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കാത്തു പരിപാലിക്കണമേ. ഈ മഹാമാരിയിൽ നിന്ന് വിടുതൽ എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
മനുഷ്യരെ അതിനായിട്ട് അവിടെ ഒതുക്കണം കർത്താവെ, അവിടുന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിലൂടെ ദൈവമഹത്വം അനുഭവിപ്പാൻ, ആരാധനയുടെ മഹത്വം അനുഭവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ ആരാധനയിൽ ഓൺലൈനിലൂടെയും വിവിധ നിലകളിലും ശബ്ദപരിധിക്കുള്ളിലും ആയതുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇപ്പോഴത്തെ പരിമിതികളുടെ മധ്യത്തിൽ പ്രായത്തിൻ്റെയൊക്കെ ക്രമീകരണങ്ങൾ കാരണം ആരാധനയ്ക്ക് വരുവാനുള്ള താല്പര്യം ഉണ്ടായിരുന്നിട്ടും വരാൻ സാധിക്കാതായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ മുതിർന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും അവരുടെ ജീവിതങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിങ്ങളെല്ലാം ശക്തീകരിക്കണമേ. മാനവും മഹത്വവും ഉപേക്ഷയും എല്ലാം അവിടുത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കൊണ്ട് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടക്കാർ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താവ് ദുഷ്ടങ്ങൾ വിളിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഞങ്ങൾക്കുള്ളതല്ലോ. ഇപ്പോൾ ചർച്ച അക്കൗണ്ടന്റ് കഴിഞ്ഞ 2 മാസത്തെ വരവ് കണക്കുകൾ സംക്ഷിപ്തമായി വായിക്കും. അതിനുശേഷം സഭാ സെക്രട്ടറി മിനിറ്റ് മതി. ഏപ്രിൽ മാസത്തെ സഹോദര കാണിക്കാൻ 1740, 2520, ജന്മനാൾ 700, ദശാംശം 2750, നേരം 250, മാസവരി 26,965, ആകെ 34,925. ചെലവ് അച്ഛൻ്റെ ശമ്പളം 26,788, പ്രോപ്പർ ഫണ്ട് 2,224, പെൻഷൻ ഫണ്ട് 2,780, ദേവി 6,985, ഡിസ്ട്രിക്ട് ഫണ്ട് 398, മിഷണറി ഫണ്ട് 349, ഡിസേബിൾ ചർച്ച് ഓർഗനൈസ് ഫണ്ട് 349, അപ്പിയർ അലവൻസ് 4,800, ഡീസൽ 1000, ഫയർ ഇൻസ്പെക്ടർ 800, ആകെ 44,573. ധനുമാസത്തെ വരവ് 34,925, ധനുമാസത്തെ ചെലവ് 46,573, ധനുമാസത്തെ കടം 11,648, മുൻമാസത്തെ കടം 3,958, ധനുമാസത്തെ ആകെ കടം 15,050. മെയ് മാസത്തെ വരവ് സ്പോണ്ടർ കാണിക്ക് 2,985, നേർച്ച 2,770, ജന്മനാൾ 4,550, വിവാഹ വാർഷികം 1,400, ദശാംശം 1000, നേരം 70, മാസവരി 24,245, ആകെ 37,120. ചെലവ് അച്ഛൻ്റെ ശമ്പളം 26,788, ലോക്കൽ അലവൻസ് 4,000, പ്രോഗ്രാം ഫണ്ട് 2,224, പെൻഷൻ ഫണ്ട് 2,780, ദേവി 7,424, ഡിസ്ട്രിക്ട് ഫണ്ട് 742, മിഷണറി ഫണ്ട് 371, ഡിസേബിൾ ചർച്ച് വർക്കേഴ്സ് ഫണ്ട് 371, അപ്പിയർ അലവൻസ് 4,500, കറണ്ട് ചാർജ് 2,236, ലോഷൻ 65, ബർത്ത്ഡേ കാർഡ് 550, ക്യാഷ് ബുക്ക് 370, ആകെ 52,321. ധനുമാസത്തെ വരവ് 37,120, ധനുമാസത്തെ ചെലവ് 52,321, ധനുമാസത്തെ കടം 15,201, മുൻമാസത്തെ കടം 15,600, ധനുമാസത്തെ ആകെ കടം 30,801. ക്രിസ്തുവിൽ 2020 ജൂൺ മാസം 9 തീയതി പ്രസിഡന്റ് രാജ്യത്തിന്റെ പ്രാർത്ഥനയുടെ കമ്മിറ്റി ആരംഭിച്ച് താഴെപ്പറയുന്ന കാര്യങ്ങൾ തീരുമാനിച്ചു. സെക്രട്ടറി സ്വതന്ത്രമായി മിനിറ്റ് വായിച്ചതിൽ അംഗീകരിക്കുകയും ചെയ്തു. ലോകം മുഴുവൻ കൊറോണ വൈറസ്
COVID-19 പിടിപെട്ടതിനാൽ നമ്മുടെ സംസ്ഥാനത്ത് അടച്ചിൽ പ്രഖ്യാപിച്ചതിനാൽ മാർച്ച് 19, 2020 ജൂൺ 7 വരെ ആരാധനാലയങ്ങൾ അടച്ചിട്ടേക്കുന്ന സാഹചര്യം പൊതു ആരാധന കമ്മിറ്റികൾ സംഘടന ആരാധനകൾ എന്നിവ നടത്താൻ പറ്റാത്ത സാഹചര്യം അച്ഛൻ വിശദീകരിച്ചു. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ഈ കാലങ്ങൾ ആരാധന നടത്തിയത്. കൂടാതെ 60 സാധുക്കളായ കുടുംബങ്ങൾക്ക് സുമനസ്സുകളുടെ സഹകരണത്തോടെ 6500 ചെലവാക്കി പച്ചക്കറി കിറ്റ് നൽകുകയും ചെയ്തു. ഇതെല്ലാം കമ്മിറ്റി അംഗീകരിച്ചു. ഏപ്രിൽ മാസം COVID-19 പ്രത്യേക സാഹചര്യം മൂലം ഭവന സന്ദർശനം നടക്കാത്ത സാഹചര്യത്തിൽ വരുമാനം ഇല്ലാത്തതിനാൽ അച്ഛൻ്റെ ലോക്കൽ അലവൻസ് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. ആരാധനാലയങ്ങൾ തുറക്കാൻ സർക്കാർ അനുവാദം നൽകിയതിനാൽ 14-ാം തീയതി മുതൽ രാവിലെ 8 AM മുതൽ 9 AM വരെ ആരാധന നടത്താൻ തീരുമാനിച്ചു. അതിന് മുന്നോടിയായിട്ട് യുവജന സംഘടന സമാജങ്ങളുടെ സഹകരണത്തോടെ സഭ മുഴുവൻ അണുമുക്തമാക്കിയിട്ടുണ്ട്. ആരാധനയിൽ 100 പേർ മാത്രമേ പങ്കെടുക്കുവാൻ പാടുള്ളൂ എന്നതിനാൽ 1, 2, 3, 4, 5 എന്നീ വാർഡുകൾ വില്ലുകുളം, മാറക്കുഴി, കൊട്ടക്കുളം, വഴിമുക്ക്, ആറാമൂട്, കൈതോട്ടുകുളം, താന്നുകുളം, ആയിത്തൂർ, മണ്ണാത്തല, അഴകത്തല, പറമ്പുള, പുത്രവിള, കരിമ്പിലാവള, കന്നക്കുഴി, കല്ലമ്പല, കരിക്കുളം. 14/6/2020 6, 7, 8 എന്നീ വാർഡുകൾ ആലുവിള, കരിമ്പിലാവള, പള്ളിനട, ചാലക്കര, വണ്ടിത്തറ, പള്ളിവിള 21/2021 എന്നിങ്ങനെ 1-2 ഞായറാഴ്ചകളിൽ ആരാധന നടത്താൻ തീരുമാനിച്ചു. സർക്കാർ മതപരമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ആരാധനയിൽ വിശ്വാസികൾ പങ്കെടുക്കേണ്ടതാണെന്ന് തീരുമാനിച്ചു. ആയതിനാൽ രേഖാമൂലം എല്ലാ സമാജങ്ങളെ അറിയിക്കാൻ തീരുമാനിച്ചു. തെർമൽ സ്കാനർ, സാനിറ്റൈസർ, മാസ്ക് എന്നിവ ആവശ്യാനുസൃതമാകാൻ തീരുമാനിച്ചു. കാണിക്ക, നേർച്ച, മാസവരി എന്നിവ മേശപ്പുറത്ത് സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ഗവൺമെന്റ് മിഷണറി ഫണ്ട് എന്നിവ ശേഖരിക്കുന്നതിനായി ഒരു കവർ അച്ചടിച്ച് സമാജങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചു. പാരിഷ് പരിഷ്കാരങ്ങളോടെ പ്രിന്റ് ചെയ്ത് എല്ലാ മാസവും സഭാജനങ്ങൾക്ക് നൽകുവാൻ തീരുമാനിച്ചു. സഭയിലെ വിദ്യാർത്ഥികളെ ഓൺലൈൻ പഠനം നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ടീച്ചർമാരെ ചുമതലപ്പെടുത്തി. സൺഡേ സ്കൂൾ യുവജന സഖ്യം, ബാലക സഖ്യം എന്നിവ നടത്താൻ പറ്റുന്ന സാഹചര്യം കണക്കാക്കി നോട്ട് തയ്യാറാക്കി നൽകാൻ സഭയുടെ വാട്സപ്പ് വഴി ഓൺലൈനായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സംഘടനാ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തുവാൻ സഭാ ശുശ്രൂഷകരെ ചുമതലപ്പെടുത്തി. ശ്രീ സത്യശീലൻ നൽകിയ അപേക്ഷ സഭാ വികസന സമിതി അക്കൗണ്ടന്റ് ശ്രീ ശിബുവിന്റെ ചുമതലയിൽ പണി ചെയ്ത് കൊടുക്കുന്നതിന് തീരുമാനിച്ചു. സഭാ ശുശ്രൂഷകരെ വാർഷിക ഇൻക്രിമെന്റ് മഹായിടവ നിയമം അനുസരിച്ച് നൽകുവാൻ തീരുമാനിച്ചു. 8 PM അച്ഛന്റെ പ്രാർത്ഥനയുടെ ആശീർവാദത്തോടെ കമ്മിറ്റി വശം. പ്രിയമുള്ളവരെ, നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ നമ്മുടെ സമൂഹം നല്ല ഈ ലോകം മുഴുവനും ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ലഭ്യമായിരിക്കുന്ന അവസരത്തെയും സാധ്യതകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ 6, 7, 8 വാർഡുകളാണ് ഇന്നത്തെ ആരാധനയ്ക്ക് പങ്കെടുത്തിരിക്കുന്നത്. അടുത്ത ആഴ്ചയിൽ ആദ്യത്തെ 5 വാർഡുകളാണ് വരേണ്ടത്. മറ്റ് ക്രമീകരണങ്ങളോ ആരാധനകൾ ഒരുമിച്ചോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ തന്നെ 2 ആരാധനകൾ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ മറ്റ് വിവിധ സഭകളിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും അനുസരിച്ച് വരുന്ന ആഴ്ചകളിൽ വേണ്ട നിർദ്ദേശങ്ങളോ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിലവിലത്തെ തീരുമാനം അനുസരിച്ച് തന്നെ ഇപ്പോൾ ആരാധനയുടെ ക്രമീകരണം നടക്കുന്നതാണ്. ഇന്ന് വന്ന ഈ 3 വാർഡുകാർ ഇനി അടുത്ത മാസം 1-ാമത്തെ ആഴ്ചയാണ് പങ്കെടുക്കേണ്ടത്. ദയവായിട്ട് ആരാധനകളിൽ നമ്മുടെ പ്രാർത്ഥനയും പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ക്രമീകരിച്ച് ഈ വ്യാധിയിൽ നിന്നുള്ള ഒരു വിടുതലും ദേശം സാധാരണ നിലയിലാകുവാനൊക്കെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലയും തിരുവനന്തപുരം നഗരവും ആശങ്കയിലാണ്. ഒരുപാട് കേസുകളാണ്, അജ്ഞാതമായ കേസുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും അപകടകരമായത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം കരുതുകയും ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ ആഴ്ചയിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുടുംബം ശ്രീ ജിജു ആർ ആൻഡ് ഷീജ വി ബദൽ ഭവൻ ചാലിക്കരയാണ്. ആ കുടുംബത്തിൻ്റെ എല്ലാ നന്മകളും നേരുകയും അവരുടെ കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ വിവാഹ മംഗളാശംസകളും അറിയിക്കുകയും ചെയ്തു. ജന്മനാൾ ആഘോഷിക്കുന്നവർ ആശ YS VR കോട്ടേജ്, സജിത് VS കൈതറത്തലയിൽ, അഭിയം രാജ്മോഹൻ, ബിനു സി കൃപാലൻ. ഇവരുടെ പുതിയ വയസ്സ് ദൈവം അനുഗ്രഹിക്കട്ടെ.
എല്ലാവിധമായ നന്മകളും ദീർഘായുസ്സും സഭയുടെ പേരിൽ ആശംസിക്കുകയും ചെയ്യും. മറ്റ് അറിയിപ്പുകൾ, ആരാധനയുടെ ഈ ക്രമീകരണങ്ങൾ മാത്രമാണ്. മറ്റ് ആരാധനകൾ, പീഠാരാധനകളോ മറ്റ് സംഘടനകളോ പ്രവർത്തനങ്ങളോ ഒന്നും ഈ നാളുകളിൽ മഹായുടെ നിർദ്ദേശം അനുസരിച്ച് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഓൺലൈൻ പഠനം നമുക്ക് കിട്ടുന്ന ബാലജനസംഘത്തിൻ്റെയും യുവജനസംഘത്തിൻ്റെയും ഒക്കെ സൺഡേ സ്കൂളിൻ്റെയും ഓൺലൈൻ പഠനത്തിൻ്റെ ലിങ്കുകളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകുന്നുണ്ട്. സൺഡേ സ്കൂൾ നോട്ട്സ് ഒരിക്കൽ അത് ഇട്ടിരുന്നു 15 പാഠത്തിൻ്റെ, ഇനി വീണ്ടും അത് നൽകുന്നതാണ്. പിന്നെ സംഘടനാ സെക്രട്ടറിമാരും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് നോട്ട്സ് കുട്ടികൾക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് സ്കൂൾ പഠനം. പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ TV-യിലൂടെ വിക്ടേഴ്സ് ചാനലിലൂടെയാണ് എല്ലാവർക്കും ലഭ്യമാകുന്നത്. അത് എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരസ്പരം ഉറപ്പുവരുത്തുക. രക്ഷകർത്താക്കൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുന്നു. മറ്റ് സ്കൂളുകളിലുള്ള വിദ്യാഭ്യാസവും അപ്രകാരം തന്നെ സ്കൂളുകളുടെ ഒരു നേരിട്ടുള്ള നേതൃത്വം മറ്റ് സ്കൂളുകളിലുണ്ട്. പിന്നെ എല്ലാ സ്കൂളുകളും എല്ലാ അധ്യാപകരും സജീവമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മാതാപിതാക്കളുടെ കുറച്ചുകൂടെയുള്ള ശ്രദ്ധ ഈ കാര്യങ്ങളിൽ ഉണ്ടാകണം. ഈ മൊബൈൽ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ പഠനത്തിന് മാത്രമായി തന്നെ കുട്ടികൾക്ക് നൽകാവൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നുള്ള വിവരം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരുടെയും പഠനം, ഇത്തരത്തിലുള്ള പഠനം ഉറപ്പാക്കാനും നമ്മൾ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുക. അടുത്ത ആഴ്ചയിൽ ഡിസ്ട്രിക്ട് കൗൺസിൽ ഒരു പ്രത്യേക കൗൺസിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 5 വർഷം പൂർത്തിയാക്കി ട്രാൻസ്ഫർ ആകുന്നവർക്ക് വേണ്ടിയുള്ള യാത്രയപ്പ് യോഗമായിട്ടാണ് ക്രമീകരിക്കുന്നത്. അടുത്ത ഞായറാഴ്ച 4 മണിക്ക് ഡിസ്ട്രിക്ട് കൗൺസിൽ അംഗങ്ങൾ അതിൽ പങ്കെടുക്കാനായിട്ട് വേണ്ടിയിട്ട്. 414-ാമത്തെ ഗാനം, ആരാധനയുടെ ആത്മാവ് വരട്ടെ എന്നുള്ള ഗാനം നമുക്ക് കരങ്ങളടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. Yeah.
സാധകരമാകുവാൻ സഹായിക്കണമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ഈ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, ആരാധനയെക്കുറിച്ച് ധ്യാനിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ആഘോഷമായ ആരാധന എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആരാധനയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ആഘോഷമാണ് ആരാധന. അപ്പോൾ ആരാധനയുടെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ആരാധിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്ന് നമുക്ക് തന്നെ അറിയാം. ദൈവത്തിലുള്ള വിശ്വാസമില്ലാത്തവർക്ക് ആരാധിക്കാനായിട്ട് സാധിക്കില്ല. വിശ്വാസമില്ലാതെ ആരാധിച്ചിട്ട് പ്രയോജനവുമില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അദൃശ്യ ശക്തിയായ ദൈവവുമായി സംസർഗം ചെയ്യുന്നതിനുള്ള മനുഷ്യനുള്ള ഒരു അവസരമാണ് ആരാധന. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ, ദൈവവുമായി സംസർഗം ചെയ്യുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവം പറയുന്നത് കേൾക്കുവാൻ, ഇതിനൊക്കെയുള്ള ഒരു അവസരമാണ് ആരാധന എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആരാധനയുടെ പ്രസക്തിയോ പ്രാധാന്യമോ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ മഹത്വവും ബഹുമാനവും അർപ്പിക്കുന്നതാണ് ആരാധന. ദൈവത്തിന് മഹത്വം അർപ്പിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക, ദൈവത്തെ ആദരിക്കുക. ഈ അർത്ഥങ്ങൾ തന്നെയാണ് ആരാധന എന്നുള്ളതിന് ഉള്ള വിവിധ പദങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എബ്രായ ഭാഷയിൽ നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ എബ്രായ ഭാഷയിൽ ഷാഖ എന്ന പദമാണ് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. പ്രധാനമായിട്ട് അതിന്റെ അർത്ഥം നമസ്കരിക്കുക എന്നാണ്. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ആരാധന സ്ഥലങ്ങളെ കുറിച്ച് അവിടെ കാണിക്കുമ്പോഴെല്ലാം യാഗപീഠങ്ങളായാലും ദൈവത്തെയായാലും നമസ്കരിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. നമസ്കരിച്ചു. അബ്രഹാം 3 ദൈവപുരുഷന്മാരെ കാണുമ്പോൾ അവരെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഷാഖ എന്ന വാക്കാണ് ആ ഹീബ്രു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 2-ാമത്തെ വാക്യം. അതുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ആരാധന എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ പ്രൊസ്കുനയോ എന്ന വാക്കാണ് ഈ ആരാധനയുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഈ പ്രൊസ്കുനയോ എന്ന വാക്കിന്റെ അർത്ഥം, അതിൽ കുനയോ എന്ന വാക്കിന്റെ അർത്ഥം ചുംബിക്കുക എന്നാണ്. ഈ ചുംബിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിധേയപ്പെടലാണ്, അതൊരു സമർപ്പണത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ സെബോമായി എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബഹുമാനിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ സെബോമായി എന്ന വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലോട്ട് നമ്മൾ വരുമ്പോൾ വർഷിപ്പ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ആരാധന എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. ആംഗ്ലോ സാക്സൺ പദങ്ങളായ വെർത്ത്, സിപ്പ്, ഈ 2 വാക്കുകൾ ചേർന്നാണ്, അതിൽ നിന്നാണ് വർഷിപ്പ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അർത്ഥം ആദരവ്, പ്രണാമം, പൂജനീയം എന്നീ അർത്ഥങ്ങളാണ് ഈ വാക്കുകൾക്കുള്ളത്. ആദരവ്, പ്രണാമം, പൂജനീയം എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത്. ക്രിസ്തീയ ആരാധനയുടെ കേന്ദ്രം എന്നുള്ളത് യഹോവയായ ദൈവമാണ്. പ്രാർത്ഥനകളും അപേക്ഷകളും എല്ലാം ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന്റെ നാമത്തിലാണ് നാം സമർപ്പിക്കുന്നത്. അപ്പോൾ യഹോവയെ കേന്ദ്രീകൃതമായി യഹോവയെ നമ്മൾ ആരാധിക്കുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ ഉപദേശങ്ങളായിരുന്നു, കൽപ്പനകളായിരുന്നു. അത് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുമ്പോൾ അവൻ സകലവും നിങ്ങൾക്ക് നൽകും. അപ്പൊ എന്റെ നാമം അല്ലാതെ മറ്റൊരു നാമം ഇല്ല എന്ന് വളരെ അസംഖ്യമായി, വളരെ ശക്തമായി ക്രിസ്തു ആദിമ സഭയെ വിശ്വാസികളെ പഠിപ്പിച്ചു. ആദിമസഭ അത് അനുവർത്തിച്ചു. നമ്മൾ ലേഖനങ്ങളും എല്ലാം പഠിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളും ലേഖനങ്ങളും വെളിപ്പാടും ഒക്കെ പഠിക്കുമ്പോഴെല്ലാം കാണുന്നത് യേശുവിന്റെ നാമത്തിലാണ് ആരാധന, യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥന, യേശുവിലൂടെയാണ് രക്ഷ. ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ മറ്റൊരുത്തനുമില്ല, അത് ക്രിസ്തുവാണ് എന്ന് വളരെ ശക്തമായി പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആരാധനയെ കുറിക്കുന്ന വ്യത്യസ്തമായ പഠിപ്പിക്കലുകളും വേദഭാഗങ്ങളും ഇന്ന് നമുക്ക് വേദപുസ്തകത്തിൽ പറയുന്ന വിവിധ ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്ന്, ആരാധനയെ കുറിച്ചുള്ള പഴയ നിയമ ചില ചിന്തകളാണ് ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്.
ക്രിസ്തുവായി ലോകത്തിലേക്ക് വന്നത്. ഇതെല്ലാം നമ്മൾ കുട്ടിവായിക്കുമ്പോൾ ത്രിയേകത്വ ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിന്റെ മുമ്പേ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ അവിടെ കാണുന്ന ആദ്യത്തെ ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവവും ആദാമും ഹവ്വയുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധമാണ്. അതുകൊണ്ടാണ് സാധാരണ ഉള്ളതുപോലെ സംസാരിക്കാനായി യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം കേട്ട് പാപം ചെയ്ത ആദാമും ഹവ്വയും ഒളിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോ യഹോവയായ ദൈവവും ആദാമും ഹവ്വയുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധമാണ്, ഒരു ആരാധനയുടെ അനുഭവം. ഇത് ദൈവത്തോട് സംസാരിക്കാൻ, ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരവസരമായി അത് കൊണ്ടിരുന്നു. അവിടെ സ്വാഭാവികമായ ആരാധനയുടെ അനുഭവത്തെ നമുക്ക് കാണാം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ കയീനും ഹാബേലും അവരുടെ വിളവുകളിൽ നിന്ന് ദൈവസന്നിധിയിൽ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവരുന്നു. യാഗം കഴിക്കുക എന്നുള്ളതും ആരാധനയാണ്. പഴയ നിയമത്തിലെ ആരാധന തന്നെയാണ് യാഗാർപ്പണം എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കയീൻ തന്റെ കൃഷിവിളകളിൽ നിന്നും ഹാബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കൊണ്ടുവരുന്നു, യാഗം സമർപ്പിക്കുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരാധനയിലൂടെയുള്ള അനുഗ്രഹം എന്നുള്ളത് വ്യക്തിപരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. അപ്പൊ കയീനിൽ പ്രസാദിച്ചില്ല, അതുകൊണ്ട് യാഗവും തിരസ്കരിച്ചു. ഹാബേലിൽ പ്രസാദിച്ചു, അതുകൊണ്ട് അവന്റെ യാഗത്തെ സ്വീകരിച്ചു. എന്ത് സമർപ്പിച്ചു, എത്ര സമർപ്പിച്ചു എന്നുള്ളതല്ല, നമ്മുടെ വ്യക്തി ജീവിതം ദൈവത്തിന്റെ പ്രസാദകരമാണോ എന്നുള്ളതാണ്. കയീന്റെ വ്യക്തി ജീവിതം ദൈവത്തിന്റെ പ്രസാദകരമല്ലാതിരുന്നത് കൊണ്ട് അവന്റെ സമർപ്പണത്തിനും പ്രസക്തി ഇല്ലാതായി പോയി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൽ വരുമ്പോൾ, കാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ എന്റെ വ്യക്തി ജീവിതം ദൈവത്തിന് പ്രസാദകരമെങ്കിൽ മാത്രമേ എന്റെ ആരാധന അർത്ഥവത്തും ആരാധന ദൈവത്തിന് സ്വീകാര്യവും ആകുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഏനോശിന്റെ കാലം മുതൽ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എന്നാണ് അവിടെ കാണുന്നത്. ഒഫീഷ്യലായിട്ട് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിച്ചു എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിരിക്കുന്നത് 4:26. ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ ദൈവമായിട്ടുള്ള ബന്ധം. ഈ ആരാധന എന്ന് പറയുന്നതാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തോട് നമ്മൾ സംസാരിക്കുകയാണ്, ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു, ആരാധനയ്ക്ക് ആഹ്വാനം നൽകി, ദൈവത്തെ ആരാധിക്കാൻ. വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അബ്രഹാമിനെ വിളിച്ചു, നിന്റെ തലമുറയും നിന്നിലൂടെ സകലജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. യാക്കോബാണ് കുറച്ചുകൂടെ സ്പഷ്ടമായിട്ട് ആരാധന പ്രഖ്യാപനം നടത്തുന്നത്. നമ്മുടെ യാക്കോബ് തന്റെ സഹോദരനെ പറ്റിക്കുന്നു, അപ്പനെ പറ്റിക്കുന്നു, അനുഗ്രഹം നേടിയെടുക്കുന്നു. അതിന്റെ അടിസ്ഥാനം നമുക്കറിയാം. ജ്യേഷ്ഠൻ യേശാവിന്റെ ജ്യേഷ്ഠാവകാശം വിറ്റതുകൊണ്ടാണ്, അലക്ഷ്യമാക്കിയതുകൊണ്ടാണ്, ദൈവത്തിന്റെ അനുഗ്രഹത്തെ യേശാവ് അലക്ഷ്യമാക്കിയതുകൊണ്ടാണ് യാക്കോബ് ഇത് ചെയ്യാൻ സാധിച്ചത്. അതിന്റെ ശിക്ഷകൾ യാക്കോബിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചരിത്രം പഠിക്കുന്നു. പക്ഷേ യാക്കോബ് തന്റെ ഭവനത്തിൽ നിന്ന് അമ്മാവന്റെ വീട്ടിലേക്ക്, ലാബാന്റെ ഭവനത്തിലേക്കുള്ള ഓട്ടമധ്യേ ബഥേലിൽ എത്തുന്നുണ്ട്. നമുക്കറിയാം, ലൂസ് എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ ആദ്യത്തെ പേര്. അവിടെ ഒരു സ്വർഗീയ ദർശനം കാണുകയാണ്. ആ സ്വർഗീയ ദർശനത്തിൽ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. അവിടെ രാവിലെ ഒരു കല്ല് എടുത്ത് വെച്ചിട്ട് അവിടെ നാട്ടിയിട്ട് യാക്കോബ് പറയുകയാണ്, എന്റെ ദൈവം ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയി എന്റെ കാര്യങ്ങളെല്ലാം അനുഗ്രഹിച്ച് എന്നെ തിരിച്ച് എന്റെ സ്വദേശത്തേക്ക് മടക്കി വരുത്തിയാൽ ഞാൻ ഈ സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കും. ഈ സ്ഥലം ദൈവത്തിനൊരു ആലയമായി മാറും. അപ്പോൾ വളരെ വ്യക്തമായ ആരാധനയുടെ ഒരു ഭാഗമാണ് നമ്മളവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലാണ് യാക്കോബ് ഈ ഒരു തീരുമാനമെടുക്കുന്നത്. എന്നെ ദൈവം അനുഗ്രഹിച്ച് കൂട്ടിവരുത്തുമ്പോൾ ഈ സ്ഥലത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കും, ഇവിടം ദൈവത്തിനൊരു ആലയമായി മാറും. 35-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യാക്കോബ് ഇത് നിവർത്തീകരിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മോശ ഫറവോനോട് പറയുന്നതാണ്, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. മോശ ഫറവോനോട് പറഞ്ഞു, എന്റെ ദൈവജനത്തെ ആരാധിക്കാനായി വിട്ടയക്കുക. മരുഭൂമിയിൽ പോയി അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. ഇപ്പൊ ആരാധന എന്നുള്ളത് വളരെ പ്രാധാന്യമായി കാണാം. ന്യായാധിപന്മാരും പ്രവാചകന്മാരും ഒക്കെ യാഗപീഠവുമായിട്ട് ബന്ധപ്പെട്ട്
മെറ്റീരിയൽസ് എല്ലാം തയ്യാറാക്കിക്കൊണ്ടുവന്നു. പക്ഷെ നമുക്കറിയാം ശലോമോനാണ് ദൈവാലയം പണിയുന്നത്. ശലോമോൻ യെരൂശലേം ദൈവാലയം പണിത് ആലയം ദൈവാലയം എന്നുള്ള ഒരു പ്രത്യേക ഒരു കൂട്ടായ്മ അനുഭവത്തിൽ എത്തിച്ചേർന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. വിശ്വാസ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ആരാധന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ആരാധനയുടെ അല്ലെങ്കിൽ ദൈവാലയത്തിന്റെ ആ ഒരു അനുഭവം കഴിഞ്ഞ് നമ്മള് ഇസ്രായേലിന്റെ പ്രവാസ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിന് മുമ്പ് 6-ാമത്തെ നൂറ്റാണ്ട് മുതൽ സിനഗോഗ് ആരാധനകൾ തുടങ്ങിയതാണ്. ഈ യെരൂശലേം ദൈവാലയം എന്ന സെന്റർ മാറിയിട്ട് പ്രവാസ കാലഘട്ടത്തിൽ അത് കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ദൈവത്തെ ആരാധിച്ചു. സിനഗോഗ് പള്ളികൾ ആരംഭിച്ചു എന്ന് നമുക്ക് കാണാം. അങ്ങനെ ഒരു ആരാധന സമ്പ്രദായം ഉണ്ടായി. പഠിപ്പിക്കലുകൾ, വചനപഠനം, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആരാധനാ രീതി അവിടെ എല്ലാം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശു സിനഗോഗുകളിലും പള്ളികളിലും ആഴ്ചതോറും, അവിടെ പറഞ്ഞിങ്ങനെ ശബത്ത് തോറും പള്ളികളിൽ പോയി എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ശബത്ത് തോറും പള്ളികളിൽ പോയി പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ആരാധിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്ത ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. ആദിമസഭയിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദിമസഭയിൽ അവിടെ നമ്മൾ വരുമ്പോൾ ആരാധനയോടൊപ്പം തിരുവത്താഴ് എന്ന ഒരു രീതി കൂടെ ആരംഭിച്ചു. കാരണം യേശു എന്ന് പറഞ്ഞു, എന്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുവോളം നിങ്ങളിത് ചെയ്യണം. അതുകൊണ്ട് ആരാധനയോടൊപ്പം തിരുവത്താഴ് ശുശ്രൂഷ കൂടെ ആരാധനയുടെ ഭാഗമായി മാറി എന്ന് കാണാം. പിന്നെ അതോടൊപ്പം ഒരു സ്നേഹമില്ലെന്ന് ആദിമസഭയിലുണ്ടായിരുന്നു, പൊതുഭക്ഷണം. അപ്പോൾ പൊതുഭക്ഷണവും ഈ തിരുവത്താഴും രണ്ടായി പിന്നീട് മാറി. പിന്നീട് ഈ പൊതുഭക്ഷണം മാറി ഇപ്പോഴും നമ്മുടെ പ്രധാന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരു സ്നേഹവിരുന്ന് ആചരിക്കാറുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പൊ ആരാധന സമയം, ദിവസം എന്നുള്ളത് പ്രധാനമായി. ആദ്യകാലത്ത് നമുക്കറിയാം ശബത്ത് ദിവസം, അതായത് ആഴ്ചയിലെ 7-ാമത്തെ ദിവസം, ശനിയാഴ്ച ദിവസമാണ് ശബത്ത് ദിവസം. ഈ ശബത്ത് ദിവസമായിരുന്നു യഹൂദന്മാരുടെ ആരാധനാ ദിവസം. പക്ഷേ 1 കൊരിന്ത്യർ 16:2, അപ്പോസ്തല പ്രവൃത്തി 20:7, വെളിപ്പാട് 1:10 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഞായർ പ്രധാന ആരാധനാ ദിവസമായി മാറി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. അത് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അങ്ങനെ ഞായറാഴ്ചയായത്. അതുകൊണ്ട് ആ ദിവസത്തെ എന്ത് വിളിച്ചു? കർത്തൃ ദിവസം എന്ന് വിളിച്ചു. കർത്തൃ ദിവസം. ഇന്ന് കർത്തൃ ദിവസമാണ്, യഹോവ ഉണ്ടാക്കിയ ദിവസം കർത്തൃ ദിവസമാണ്. കാരണം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിലാണ് സഭ നിൽക്കുന്നത്. അതുകൊണ്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം ആരാധനാ ദിവസമായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആരാധനാ രീതികളുടെയും ആ ദൈവശാസ്ത്ര ബോധ്യത്തിന്റെയും വ്യത്യാസത്തിലാണ് വിവിധ സഭാ വിഭാഗങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടായതെന്ന് കാണാം. ആരാധന രീതിയുടെയും ദൈവശാസ്ത്ര ബോധ്യത്തിന്റെയും വ്യത്യാസത്തിലാണ് ഒരുപാട് സഭകൾ ഈ ലോകത്തിൽ ഉണ്ടായത്. ഇനി ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരാധനക്രമം. ആരാധനക്രമം എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. ആരാധനക്രമം ചിലപ്പോ ചില സമാന്തര സഭകൾ പറയുന്നുണ്ട്, അവരുടെ എഴുതി വെച്ചാണ് വായിക്കുന്നത്. ആരാധനക്രമമുണ്ട്. അപ്പോ ക്രിസ്ത്യ ആരാധനക്രമം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ. ആരാധനക്രമം ഒരു പ്രധാന ഭാഗമാണ്. ഇത് നോക്കി വായിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഇത് എഴുതി വെച്ചിട്ടും ഉണ്ട് എങ്കിൽ തന്നെയും നമ്മളത് ഹൃദയത്തിൽ നിന്നാണ് അത് പറയുന്നത്. അത് ഓരോരുത്തരുടെ അനുഭവമാണ്, അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മളിനി ആരാധനക്രമം പ്രത്യേകിച്ച് ഇല്ലാത്ത സഭകളിൽ എങ്ങനെയാണ്, അവരുടേതായ എഴുതപ്പെടാത്ത ഒരു രീതി അവർക്കുണ്ട്. എഴുതപ്പെടാത്ത കുറെ വാക്കുകൾ സ്ഥിരം അവർ ഉപയോഗിക്കുന്നുണ്ട്. എഴുതപ്പെടാത്ത കുറെ പ്രയോഗങ്ങൾ അവരുടെ ആരാധനകളിലെല്ലാം ഉണ്ട്. അപ്പോൾ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ സ്ഥിരമായ ഒരു രീതി ആരാധനയ്ക്കുണ്ട്. അത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആരാധനക്രമത്തെ കുറിച്ച് പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 6-ാമത്തെ അധ്യായമാണ് അതിന്റെ അടിസ്ഥാനം. എല്ലാവർക്കും വേദോസം എടുക്കാം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ ആരാധനക്രമം എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ CSI സഭ ഇതിന് ഈ ആരാധനക്രമത്തിന് വളരെയധികം പ്രാധാന്യവും നൽകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമതായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിക്കുക ആരാധനയിൽ ഒരു പ്രമുഖ ഭാഗമാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാ ഒരു ദർശനം കാണുകയാണ്. യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നു. അവിടെ ആദ്യം കാണുന്ന എന്താണ്? സാറാഹുകൾ. 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ, പ്രത്യേകിച്ച് 3-ാം വാക്യം. സാറാഹുകൾ ഒന്നുകൊണ്ട്
സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തും പറഞ്ഞു. അപ്പൊ ആരാധനയിൽ ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ആരാധനയിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മണിനാഥം കഴിയുമ്പോൾ ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കോർസ് പാടുക. സൈന്യങ്ങളിൽ പരൻ യഹോവ, സൈന്യങ്ങളിൽ ദൈവമായ യഹോവ. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്തുതിലിട്ടാൽ. ഈ സാറാഹുകൾ ആർത്ത് ദൈവത്തെ ഘോഷിച്ചതിന് തുല്യമായിട്ടാണ് നമ്മുടെ ആരാധനയിലുള്ള സ്തുതിലിത്താനുകൾ. അതുകൊണ്ട് തന്നെ സ്തുതിലിത്താനുകൾ നമ്മൾ പ്രതിവാക്യമായി ചൊല്ലുമ്പോൾ ഹൃദയം തുറന്ന് നമ്മുടെ നാവുകളെ തുറന്ന് സാറാഹുകൾ ഘോഷിച്ചതുപോലെ ഘോഷിക്കേണ്ടുന്ന ഒന്നാണ് സ്തുതിലിത്താനുകൾ. അത് ഈ 6-ാം അധ്യായത്തിലെ 1 മുതൽ 2, 3 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് ആരാധനയുടെ ഒരു ഭാഗമാണ്, പ്രധാന ഭാഗമാണ് പാപം ഏറ്റുചൊല്ലുക, പാപത്തിന്റെ പരിഹാരം, പാപത്തിന് ക്ഷമ നൽകുക. നമ്മൾ 5 മുതലുള്ള വാക്യം യെശയ്യാപ്രവചനം 6-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യെശയ്യാ പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. ഒരു പാപബോധം ഉണ്ടാവുകയാണ്. ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാൻ ശുദ്ധിയില്ലാത്തവനാണ്. പാപബോധം. നമ്മൾ ആരാധനയിലെ അടുത്ത ഒരു പ്രധാന ഭാവമാണ് പാപത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നാം പാപം ചെയ്തവരാണെന്നുള്ള തിരിച്ചറിവ്. എന്നിട്ട് പാപം ഏറ്റുപറയാനുള്ള അവസരം. ഇവിടെ യെശയ്യാ പറയുകയാണ് ദർശനത്തിൽ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ തെറ്റുകൾ നിറഞ്ഞ ഒരു ലോകത്തിൽ മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ വസിക്കുന്നത്. ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അടുത്ത നമ്മൾ കാണുന്നത് അവിടെ 6-ാമത്തെ വാക്യം, സാറാഹുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നു, അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരമായി. നമ്മൾ ആരാധനയിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ പാപബോധത്തോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള പാപക്ഷമ പ്രഖ്യാപിക്കുകയാണ്. പാപക്ഷമ, നിന്റെ അകൃത്യങ്ങൾ മാറിയിരിക്കുന്നു, സർവശക്തനായ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, പാപക്ഷമ നേടുക, കുറവുകൾ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി നമ്മുടെ ആരാധനയുടെ മറ്റൊരു ഭാഗമാണ് വേദപുസ്തക വായനയും പ്രസംഗവും എന്നുള്ളത്. 6-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുന്ന യെശയ്യാപ്രവചനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം പാപക്ഷമ നേടിയിട്ട് പറയുകയാണ്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുമ്പോൾ ആ കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ. അപ്പൊ ഈ ഒരു ചോദ്യമാണ്. ദൈവത്തിന്റെ ശബ്ദം യെശയ്യാ കേൾക്കുകയാണ്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും വേദപുസ്തകം ധ്യാനിക്കുമ്പോഴും എല്ലാം എന്താണ്? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. അതുകൊണ്ടാണ് ആരാധനയിൽ ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, അടുത്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപക്ഷമ നേടുന്നു, അത് കഴിഞ്ഞ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു. ഒടുവിലായി ആരാധനയുടെ സമർപ്പണം, ആരാധനയുടെ പ്രതിഷ്ഠ, ആരാധനയിൽ സമർപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുന്നു. നമ്മൾ കാഴ്ചകൾ, കാണിക്കകളും കാഴ്ച നേർച്ചകളും നൽകി ദൈവത്തിന് സമർപ്പിക്കുന്നു. അതാണ് യെശയ്യാ പറയുന്നത് 8-ാമത്തെ വാക്യത്തിൽ, അടിയനിതാ, അടിയനെ അയക്കണമേ. പൂർണ്ണമായി ദൈവസന്നിധിയിലുള്ള ഒരു സമർപ്പണമാണ് ആരാധന. നമ്മുടെ ആരാധനയിലും ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമാണ്. നമ്മൾ ആരാധന ക്രമം നോക്കുമ്പോൾ നമ്മുടെ പ്രസംഗത്തിന് ശേഷമാണ് സമർപ്പണ കാഴ്ച കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ആരാധനയുടെ സൗകര്യാർത്ഥമാണ് നമ്മൾ മധ്യസഭ പ്രസംഗം കേട്ട് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാനാണ് നമ്മൾ അവസാന പ്രസംഗം വെച്ചിരിക്കുന്നത്. പക്ഷെ ആരാധനക്രമം നമ്മൾ നോക്കുമ്പോൾ അറിയാം, വചനം കേട്ടിട്ട് ദൈവത്തെ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടെയാണ് കാഴ്ചകളും കാണിക്കകളും സമർപ്പിക്കുന്നു, നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു, നമ്മൾ പ്രാർത്ഥിച്ചെത്തിരിക്കുന്നു. ആ രീതിയിലാണ് ആരാധനക്രമം. അപ്പൊ ഈ ആരാധനക്രമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യെശയ്യാവ് 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള 8 വരെയുള്ള ഈ വാക്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ഖാഹൽ എന്നാണ് അതിന്റെ അർത്ഥം. വിളിക്കുക, വിളിച്ച് വേർതിരിക്കുക എന്നുകൊണ്ട് ഹീബ്രു പദം ഖാഹൽ. ഈ വിളിച്ച് വേർതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മണിനാഥം മുടക്കുന്നത്. ഈ മണിനാഥം ജനത്തെ വിളിക്കുകയാണ്, ജനത്തെ ആരാധനയ്ക്കായി ആഹ്വാനം ചെയ്യുകയാണ്. അനുഗ്രഹവും ആശീർവാദവും എന്ന് പറയുന്നത് നിയോഗമാണ്. യേശു കർത്താവിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മൾ ഫിലിപ്പിലേഖനം പഠിക്കുമ്പോഴും
ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും എന്നാണ് നമ്മൾ കാണുന്നത്. മോശ ഫറവോനോട് പറയുന്നത് ജനത്തിന് ആരാധിക്കണം, എല്ലാവർക്കും ഒരുമിച്ച് ആരാധിക്കണം എന്ന് പറഞ്ഞാണ് അവർക്ക് വിമോചനം സാധ്യമാകുന്നത്. ഇന്ന് നമ്മൾ വായിച്ച 148-ാം സങ്കീർത്തനം, 148-ാം സങ്കീർത്തനത്തിലുടനീളം യഹോവയെ സ്തുതിപ്പിൻ 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 ആവർത്തിച്ച് നമ്മൾ വായിക്കുന്നതാണ്. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് എന്ന് കാണാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം ഇന്നത്തെ ഒരു പുതിയ നിയമ വേദഭാഗമാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വേദഭാഗം പഠിക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഈ മൂപ്പന്മാരും ദൂതന്മാരും എല്ലാവരും ആർത്ത് ഒരുമിച്ച് ഘോഷിക്കുകയാണ്. 9-ാം വാക്യം, സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ജ്ഞാനവും സ്തോത്രവും കൊടുത്തു. എല്ലാവരും കവിണ്ണു വീണു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. അതാണ് ആ വാക്യം. നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. ആരാധന ഒരു കൂട്ടായ്മയുടെ അനുഭവം, എല്ലാവരും ഒരുമിച്ച് ആരാധിക്കുകയാണ്. ആരാധന ത്രിയേകത്വ ദൈവത്തിലുള്ള ആരാധനയാണ്. ത്രിയേകത്വ ദൈവത്തിൽ ആരാധന. ആരംഭം മുതൽ നാം നമ്മുടെ തൃത്വ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അബ്രഹാമിനെ കാണാൻ വന്നത് 3 പുരുഷന്മാരാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ ത്രിയേകത്വ സാന്നിധ്യം നമുക്കറിയാം. യേശു മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പഠിപ്പിച്ചത്, ഒരു നിയോഗമായി പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നാണ്. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേകത്വ ദൈവത്തിലാണ് ആരാധന. ആരാധനയുടെ കേന്ദ്രം യഹോവയായ ദൈവമാണ്. പ്രാർത്ഥനയും ആരാധനയും ക്രിസ്തുവിന്റെ നാമത്തിലാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ വഴി നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ത്രിയേകത്വ ദൈവം. വെള്ളത്തിലെ 3 അവസ്ഥകളുള്ളതുപോലെ ഖരം, ദ്രവം, വാതകം. ഖരാവസ്ഥയിൽ നമ്മൾ അതിന് ഐസ് എന്ന് പറയും. വെള്ളത്തിന്റെ ദ്രാവകാവസ്ഥയെ നമ്മൾ ജലം, വെള്ളം എന്ന് പറയും. വെള്ളത്തിന്റെ ജലത്തിന്റെ വാതകാവസ്ഥയെ നമ്മൾ നീരാവി എന്ന് പറയും. പക്ഷെ 3 വെള്ളം തന്നെയാണ്. അതുപോലെയാണ് ത്രിയേകത്വ ദൈവത്തിന്റെ സാന്നിധ്യം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേകത്വ ദൈവം. ഈ ആരാധനയിൽ വിശുദ്ധി എന്നുള്ളത് വളരെ പ്രധാനമാണ്. വിശുദ്ധി. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് അങ്ങനെയാണ്. യശയ്യാപ്രവചനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. പുറപ്പാട് 3-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളയുക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. അപ്പൊ നമ്മുടെ ശാരീരികമായ വിശുദ്ധി, ആത്മീയമായ വിശുദ്ധി ആരാധന പ്രധാനമാണ് എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ അവസാനമായി ആരാധന രൂപാന്തരത്തിലേക്ക് നയിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ പാഠമായ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശമരിയ സ്ത്രീയുടെ ജീവിതത്തിൽ ആകെ ഒരു മാറ്റം ഉണ്ടാകുകയാണ്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ത്രീ, ശരിയല്ലാത്ത രീതിയിൽ ചിലപ്പോഴൊക്കെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ. പക്ഷേ മിശിഹ എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ആ ഒരു തിരിച്ചറിവ്. യജമാനനെ എന്ന് വിളിക്കുന്നു, അടുത്ത പ്രവാചകൻ എന്ന് വിളിക്കുന്നു, അടുത്ത മിശിഹ എന്ന് വിളിച്ച് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്നു. ആത്മാവിനും സത്യത്തിലുള്ള ആരാധനയുടെ ആഹ്വാനം ശമരിയ സ്ത്രീ സ്വീകരിച്ചു. മാത്രമല്ല എന്ത് ചെയ്തു? ശമരിയ സ്ത്രീ പോയി പറഞ്ഞു, ഇതാ പ്രവചനങ്ങളിലും ന്യായപ്രമാണങ്ങളിലും പറഞ്ഞ ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്, യേശുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് എന്ന് ഉറക്കെ എല്ലായിടവും വിളിച്ചു പറഞ്ഞു. യെശയ്യാവ് ചെയ്തതാണ്, അടിയനിതാ, അടിയനെ അയക്കണമേ. ദൈവത്തിന്റെ വചനം മറ്റുള്ളവരെ അറിയിച്ചു. ഇന്നത്തെ ഈ ആരാധനയിൽ നമ്മള് മണിനാഥം, അതാണ് ആരാധനയിൽ എല്ലാവരും മണിനാഥം മുതൽ ആരാധനയിൽ ഉണ്ടാകും. എങ്ങനെ ആരാധനയുടെ പൂർത്തീകരണം, ആരാധനയുടെ ആ ഒരു ശ്രേഷ്ഠത നമുക്ക് മുഴുവൻ അനുഭവിക്കാൻ പറ്റും. ആദ്യം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പാപക്ഷമ നേടുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ദൈവവചനം കേൾക്കുന്നു, വചനം ധ്യാനിക്കുന്നു, അതിന്റെ ശക്തി സ്വീകരിക്കുന്നു, ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മുടെ കാഴ്ചകൾ നമ്മുടെ ശുദ്ധീകരണം പ്രാപിച്ചിട്ടാണ്, പാപക്ഷമ പ്രാപിച്ചിട്ടാണ് നമ്മൾ കാഴ്ചകൾ സമർപ്പിക്കേണ്ടത്. അങ്ങനെ കാഴ്ചകൾ സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നിയോഗം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പെട്ടുപോകുന്നു. ആ നിയോഗം എന്നുള്ളത് വിശുദ്ധിയിൽ, സാക്ഷ്യത്തിൽ, മാതൃകയിൽ ജീവിക്കാനുള്ള നിയോഗമാണ്. ഇന്നും നമ്മൾ ഈ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ, നമ്മൾ ഈ സമൂഹത്തിലോട്ട് പോകുമ്പോൾ, ക്രിസ്തീയ ആരാധന അനുഭവിച്ച യഥാർത്ഥ വിശ്വാസ സമൂഹമായി സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആരാധന
അർത്ഥവത്തായി മാറുകയാണ്. ഈ ആരാധനയുടെ ശക്തി നമ്മുടെ വ്യക്തിപരമായ കുടുംബത്തിലുള്ള പ്രാർത്ഥനയിലൂടെയും വേദപുസ്തക വായനയിലൂടെയാണ്. അത് നിലനിർത്തി ആരാധനയുടെ മഹത്വം, ശ്രേഷ്ഠത സ്വീകരിച്ചുകൊണ്ട് ആരാധനാ സമൂഹമായി വളരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. 475 ഗാനം എഴുന്നേറ്റ് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനാ ദിവസത്തിലും ഞങ്ങൾക്ക്
വന്ന് അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് സഹായിച്ച സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനയെ അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവവചനത്തിലൂടെ ആരാധനയുടെ പ്രാധാന്യത്തെയും ആരാധനയുടെ മഹത്വത്തെയും തിരിച്ചറിയുവാൻ കർത്താവിന്റെ ആരാധനകളിലുള്ള കുറവുകളെ ഏറ്റുപറഞ്ഞപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളിലുള്ള കുറവുകളെ ഏറ്റുപറഞ്ഞപേക്ഷിച്ചുകൊണ്ട് സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിപ്പാനായി തുടർന്ന് ഞങ്ങളെ അവിടെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ആരാധനയിലൂടെയുള്ള സൗഖ്യവും സമാധാനവും വിശ്വാസവും കർത്താവേ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും ഞങ്ങളുടെ ദേഹത്തിന്റെ ആത്മാവിലും അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പണത്തോടും പ്രതിഷ്ഠയോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങൾ അവിടുന്ന് സഹായിക്കണമേ. അനുഗ്രഹത്തോടെ നിങ്ങൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ആഴ്ചയിലുള്ള ഞങ്ങളുടെ യാത്രകൾ, പ്രവർത്തനങ്ങൾ, അധ്വാനങ്ങൾ, ജീവിതമാർഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തെയും രാജ്യത്തെയും സംസ്ഥാനത്തെയും ഒക്കെ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യാധികളിൽ നിന്നും മഹാമാരികളിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് വീണ്ടും അവിടുത്തെ ആലയത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ, ആരാധനയുടെ മഹത്വം അനുഭവിപ്പാൻ, ആരാധിച്ച് അനുഗ്രഹീതരാകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഇന്ന് ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. ഈ ആലയത്തിലൂടെയും അല്ലാതെയും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൽ മുദ്രയിടണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. അവിടുത്തെ ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും നൽകി അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ആശീർവാദം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെടുവിൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെപ്പിടിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. കഷ്ടപ്പെടുന്നവരെ സഹായിക്കും. എല്ലാവരെയും ബഹുമാനിക്കും. പരിശുദ്ധാത്മശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. ഇങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക